മാസ്റ്റർ കീ അക്കാഡമിയുടെ ഫിംഗർ പ്രിന്റ് സെർച്ചർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ തവണ പരീക്ഷ ചോദിച്ച ഫിസിക്സുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മിറാഷ് ഇസ് എ ഫിനോമിന ഡ്യൂ ടു. ഓപ്ഷൻസ് നോക്കാം: റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, ഇന്റർഫറൻസ് ഓഫ് ലൈറ്റ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഓപ്ഷൻസ് നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോണേ, മിറാഷ് എഴുതിയിരിക്കുന്നത് മിറേജ് എന്നാണ്, നമ്മളിതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത് മിറാഷ് എന്നാണ്. ഓക്കെ, നമുക്ക് നേരെ ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. ലൈറ്റ് വരുന്നു അല്ലേ, ഒരു സർഫസിൽ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്തു പോകും. ഇതാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ്. ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ് എന്താണ്? രണ്ട് ലൈറ്റുകൾ തമ്മിൽ കൂടിച്ചേരും അല്ലേ. രണ്ട് ലൈറ്റുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ രണ്ട് വിധത്തിൽ ഇൻ്റർഫറൻസ് നടക്കും. ഏതൊക്കെ രീതിയാണത്? കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും. രണ്ട് ലൈറ്റുകൾ അല്ലേ, ശ്രദ്ധിച്ചോണം, ഞാൻ വേവിൻ്റെ ഫോമിൽ വരയ്ക്കുകയാണ്. ഒരു ലൈറ്റ്, രണ്ടാമതൊരു ലൈറ്റ്, ഇത് തമ്മിൽ കൂടിച്ചേർന്നിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ഔട്ട്പുട്ട് കിട്ടാം. ഒന്ന് നമുക്ക് മാക്സിമം വാല്യൂ കിട്ടാം, രണ്ടാമത് മിനിമം വാല്യൂ കിട്ടാം. ഇങ്ങനെ രണ്ട് രീതിയിൽ വരാം. അപ്പം രണ്ട് വേവുകളുടെ കൂടിച്ചേരലാണ് ഇൻ്റർഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ശ്രദ്ധിക്കുക, ലൈറ്റ് ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയർ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ, ശ്രദ്ധിച്ചോണം, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയർ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ നോർമൽ നിന്നും അകന്നായിരിക്കും അത് സഞ്ചരിക്കുന്നത്. ശ്രദ്ധിച്ചോണം, ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയർ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ നോർമൽ നിന്നും അകന്നായിരിക്കും പോകുന്നത്. നോർമൽ ഇതാണെങ്കിൽ നോർമലിൽ നിന്ന് അകന്നായിരിക്കും പോകുന്നത്. നമ്മളുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് റിഫ്രാക്ഷൻ്റെ ആംഗിളും ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ നമ്മുടെ ലൈറ്റ് റിഫ്രാക്റ്റ് ചെയ്യുന്നത് നിർത്തി ഈ സർഫസിലൂടെ ട്രാവൽ ചെയ്യും. ഈ ഒരു ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്രിട്ടിക്കൽ ആംഗിൾ എന്നാണ്. ഈ ക്രിട്ടിക്കൽ ആംഗിളിന് മുകളിൽ ഒരു ആംഗിളിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരികയാണെങ്കിൽ ലൈറ്റ് സെയിം മീഡിയത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിച്ചോണം, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ കണ്ടീഷൻസ് ഇതൊക്കെയാണ്: ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയർ മീഡിയത്തിലേക്ക് സഞ്ചരിക്കണം, രണ്ടാമത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ലൈറ്റ് സെയിം മീഡിയത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. മൂന്നാമത് ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് വെച്ചാൽ ബെൻഡിങ് ഓഫ് ലൈറ്റ് തന്നെയാണ്. ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ, ഏതെങ്കിലും ഒരു തടസ്സം വരുമ്പോൾ ആ തടസ്സത്തിനടുത്ത് വരുന്ന ലൈറ്റ് ബെൻഡ് ചെയ്യാം, പല വഴിക്ക് ബെൻഡ് ചെയ്യാം. ശ്രദ്ധിച്ചോണം. അപ്പം ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ബെൻഡിങ് ഓഫ് ലൈറ്റ്. ഇവിടെ മിറാഷ് എന്ന് പറയുന്നത് എന്താണ്? മിറാഷ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, നല്ല ചൂടുള്ള സമയത്ത് റോഡിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ റോഡിൽ കുറച്ചകലെയായി വെള്ളം നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നാം, ശരിയല്ലേ? ഈ ഒരു ഫിനോമിനയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിറാഷ്. അപ്പം മിറാഷിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പം മിറാഷിന് കാരണം ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിച്ചു വെച്ചോണം. അതിനകത്ത് ഒന്നാമത്താണ് ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്. ബ്രില്യൻസ് ഓഫ് ഡയമണ്ട് എക്സാമിന് കുറേ തവണ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്, ഡയമണ്ടിൻ്റെ തിളക്കത്തിന് കാരണം ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. രണ്ടാമത് നമ്മൾ പറയുന്നു മിറാഷ്. മിറാഷ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് ഒരു ഉദാഹരണമാണ്. ഓക്കെ, മൂന്നാമത് നമ്മൾ പറയുന്നു ലൂമിങ്. നല്ല മഞ്ഞുള്ള സമയത്ത് വളരെ ദൂരെയുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയില്ല. ആ ഒബ്ജക്റ്റ് എയറിൽ ഹാങ് ചെയ്യുന്നതായിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് ലൂമിങ്. ഓക്കെ, നാലാമത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനുമായിട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന പോയിന്റുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണ്? മിറാഷ് ചോദിക്കാം, ബ്രില്യൻസ് ഓഫ് ഡയമണ്ട് ചോദിക്കാം. ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്സിൻ്റെ റീസൺ എന്താണ്? ഒരു ഡയമണ്ട് തിളങ്ങാനുള്ള കാരണം ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ലൂമിങ് ഉണ്ട്, ലൂമിങ്. ഓക്കെ, അതുപോലെ ഒന്നുകൂടിയുണ്ട്, അതെന്താണ്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ വാല്യൂ ഓഫ് വേവ് ലെങ്ത് ഫോർ എ ബീം ഓഫ് 150 volt electron is.
ഓപ്ഷൻസ് നോക്കാം. 0.5 ആങ്സ്ട്രം, 1 ആങ്സ്ട്രം, 1.5 ആങ്സ്ട്രം, 15 ആങ്സ്ട്രം. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കുക. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാല്യൂ ഓഫ് വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണെന്ന് പിടികിട്ടിയോ? ഓക്കെ, നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ഇത് ഡി ബ്രോഗ്ലി വേവ് ലെങ്തുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ലാംഡ ഈസ് ഈക്വൽ ടു h/p എന്നാണ്. ലാംഡ ഈസ് ഈക്വൽ ടു h/p എന്നാണ്. ഓക്കെ, നിങ്ങൾക്കറിയാവുന്നതാണ് ലാംഡ ഈസ് ഈക്വൽ ടു h/p എന്ന് പറയുന്ന ഡി ബ്രോഗ്ലി വേവ് ലെങ്തിൻ്റെ ഇക്വേഷൻ. ഇത് നമുക്ക് പല രീതിയിൽ മാറ്റി എഴുതാം. ലാംഡ ഈസ് ഈക്വൽ ടു h/mv അല്ലേ, പല പല രീതിയിൽ മാറ്റി എഴുതാം. ഓക്കെ, ഇത് വളരെ വേഗത്തിൽ ആൻസർ കിട്ടുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതിലേക്ക് വരികയാണ് ഞാൻ. ശ്രദ്ധിച്ചോണം. ഇവിടെ എന്താണ്, നമ്മളൊരു ഇലക്ട്രോണിനെ 150 വോൾട്ടിൽ ആക്സിലറേറ്റ് ചെയ്ത് അല്ലേ. വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് v വോൾട്ട്. അങ്ങനെയാണെങ്കിൽ വേവ് ലെങ്ത് കണ്ടുപിടിക്കും. ലാംഡ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 150 ഡിവൈഡഡ് ബൈ v ആങ്സ്ട്രോം. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഒരു ഇലക്ട്രോണിനെ നിശ്ചിത വോൾട്ടേജിൽ നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 150 ഡിവൈഡഡ് ബൈ v ആങ്സ്ട്രോം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് 150 വോൾട്ടിലാണ് ഇതിനെ ആക്സിലറേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാം. ലാംഡ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 150 ഡിവൈഡഡ് ബൈ 150 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആങ്സ്ട്രോം. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഡി ബ്രോഗ്ലി വേവ് ലെങ്തുമായി ബന്ധപ്പെട്ട കുറച്ച് ഇക്വേഷൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. ലാംഡ ഈസ് ഈക്വൽ ടു h/p, ലാംഡ ഈസ് ഈക്വൽ ടു h/mv. ഇത് പല രീതിയിൽ നമുക്ക് മാറ്റി എഴുതാം. കൈനറ്റിക് എനർജിയും മൊമെൻറ്റവുമായിട്ടുള്ള റിലേഷൻ എന്നുള്ള രീതിയിൽ മാറ്റി എഴുതാം. ലാംഡ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 150 ഡിവൈഡഡ് ബൈ v ആങ്സ്ട്രോം. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചോണം. പല തവണ പല എക്സാമിന് മാറി മാറി ചോദിച്ചിട്ടുണ്ട് ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഫോട്ടോൺസ് റിസൈഡ് ഫ്രം ഈച്ച് അതർ, their relative velocity will be. ഇവിടെ നോക്കുക, ഒരു ഫോട്ടോൺ, രണ്ടാമത്തെ ഫോട്ടോൺ, രണ്ട് ഫോട്ടോൺസ് അല്ലേ, റിസീഡ് ഫ്രം ഈച്ച് അതർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് രണ്ടുപേരും രണ്ട് വഴിക്ക് പോവുകയാണ്. ഇങ്ങനെ രണ്ട് വഴിക്ക് പോവുകയാണ്, അകന്നു പോവുകയാണ് പരസ്പരം. അങ്ങനെ അകന്നു പോവുകയാണെങ്കിൽ അവരുടെ റിലേറ്റീവ് വെലോസിറ്റി എന്ത്? വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഫോട്ടോൺ റിസീഡ് ഫ്രം ഈച്ച് അതർ, their relative velocity will be. ഓക്കെ, നമുക്കറിയാം ഫോട്ടോണിൻ്റെ വെലോസിറ്റി എന്താണ്? ലൈറ്റിൻ്റെ വെലോസിറ്റി ആണ്. സോ ഇതിൻ്റെ വെലോസിറ്റി എന്താണ്? സി ആണ്. ഓരോ ഫോട്ടോണിൻ്റെയും വെലോസിറ്റി എന്താണ്? സി ആണ്. രണ്ടുപേരും പരസ്പരം അകന്നു പോവുകയാണ്. അങ്ങനെ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോവുകയാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി, അങ്ങനെ രണ്ട് ഫോട്ടോൺസും അകന്നു പോവുകയാണെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, c+c എന്ന് വരും. c+c ആൻസർ 2c എന്നാണ്. അതായത് നമുക്കിവിടെ റിലേറ്റീവ് വെലോസിറ്റിയാണ് കാണേണ്ടത്. ഫോട്ടോൺസ് രണ്ടുപേരും അകന്നു പോവുകയാണ് പരസ്പരം. ഇങ്ങനെ അകന്നു പോകുന്നത് കൊണ്ട് നമ്മൾ c+c ചെയ്തു, 2c എന്ന ആൻസർ കിട്ടി. ഇനി ശ്രദ്ധിച്ചോണം, ഇതേ ക്വസ്റ്റ്യൻ തന്നെ രണ്ടുപേരും പരസ്പരം ഒരേ ഡയറക്ഷനിലേക്കാണ് വന്നെങ്കിലോ? ഒരേ ഡയറക്ഷനിലേക്കാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് തന്നെ? c-c ആൻസർ 0 കിട്ടിയത്. നിലവിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് രണ്ട് ഫോട്ടോൺസ് അല്ലേ, ഫോട്ടോൺസ് എന്താണ്? റിസൈഡ് ഈച്ച് അതർ. സോ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് c+c 2c. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് 4 മൈക്രോഫാരഡ് ക്യാൻ ബി ഒബ്ടൈൻഡ് ബൈ കമ്പൈനിങ് 4 കപ്പാസിറ്റേഴ്സ് ഓഫ് 3 മൈക്രോഫാരഡ് ഈച്ച്. ഈഫ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓൾ ദ കപ്പാസിറ്റേഴ്സ് ആർ പാരലൽ, ഓൾ ദ കപ്പാസിറ്റേഴ്സ് ആർ സീരീസ്, 3 capacitors are in series connection and 1 capacitor is in parallel to that of the combination. നാലാമത്തെ ഓപ്ഷൻ നോക്കാം. 1 capacitor is series with the combination of 3 capacitors in parallel. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് കപ്പാസിറ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ നമുക്ക് പരിശോധിക്കാം. നമുക്ക് തന്നിട്ടുണ്ട് ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് 4 മൈക്രോഫാരഡ്. ടോട്ടൽ കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട് 4 മൈക്രോഫാരഡ് ആണ് ടോട്ടൽ കപ്പാസിറ്റൻസ്. ബൈ കമ്പൈനിങ് 4 കപ്പാസിറ്റേഴ്സ്, 4 കപ്പാസിറ്റർ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ടോട്ടൽ
ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് 4 മൈക്രോ ഫാരഡ് കിട്ടുന്നത്. ശ്രദ്ധിച്ചോണം, ഓരോ കപ്പാസിറ്ററിൻ്റെയും വാല്യൂ 3 മൈക്രോ ഫാരഡാണ്. അപ്പം ശ്രദ്ധിക്കുക, നമുക്ക് 4 കപ്പാസിറ്റർ ഉണ്ട്. 4 കപ്പാസിറ്റർ ഏതോ ഒരു രീതിയിൽ കണക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് 4 മൈക്രോ ഫാരഡ് കിട്ടി. എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് തന്നിരിക്കുന്ന 4 കപ്പാസിറ്റർ ഓരോന്നിൻ്റെയും വാല്യൂ 3 മൈക്രോ ഫാരഡാണ്. അപ്പം 3 മൈക്രോ ഫാരഡ് വീതമുള്ള 4 കപ്പാസിറ്റർ ഏതോ ഒരു രീതിയിൽ കണക്ട് ചെയ്തപ്പോൾ നമുക്ക് 4 മൈക്രോ ഫാരഡ് കിട്ടി. അത് ഏത് രീതി എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ശ്രദ്ധിച്ചോണം, നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. ഓൾ ദ കപ്പാസിറ്റേഴ്സ് ആർ പാരലൽ. പാരലൽ കണക്ഷനകത്ത് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. C is equal to C1 plus C2 plus C3 plus C4. ഇവിടെ 4 കപ്പാസിറ്റർ ആയതുകൊണ്ട് നമ്മൾ 4 എണ്ണം എഴുതി അല്ലേ. അപ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻ പാരലൽ കണക്ഷൻ C is equal to C1 plus C2 plus C3 plus C4. ഇവിടെ ഓരോ കപ്പാസിറ്ററിൻ്റെയും വാല്യൂ 3 മൈക്രോ ഫാരഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 3 plus 3 plus 3 plus 3 മൊത്തത്തിൽ എത്ര കിട്ടുന്നത്? 12 മൈക്രോ ഫാരഡ് എന്നാണ് കിട്ടുന്നത് അല്ലേ. 3 plus 3 plus 3 plus 3 12 മൈക്രോ ഫാരഡ് എന്ന് കിട്ടും. അപ്പോൾ അതാണോ നമ്മുടെ ആൻസർ? അല്ല. അപ്പം ഓപ്ഷൻ എ ആണോ കറക്റ്റ്? അല്ല, ഓപ്ഷൻ എ തെറ്റാണ്. ഇനി ഓപ്ഷൻ ബി നോക്കാം. ഓൾ ദ കപ്പാസിറ്റർ ആർ സീരീസ് കണക്ഷൻ ആണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 1/C is equal to 1/C1 plus 1/C2 plus 1/C3 plus 1/C4 എന്നാണ്. നിങ്ങൾ ചെയ്തു നോക്കണം. ഓക്കെ, നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 1/3 plus 1/3 plus 1/3 plus 1/3 എന്നാണ് അല്ലേ. ഓരോന്നിനും പകരം വാല്യൂ കൊടുക്കും, ശരിയല്ലേ? അങ്ങനെ നമുക്ക് കിട്ടുന്ന ആൻസർ 1/C is equal to 4/3 എന്നാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സി ആണ് അല്ലേ. സിയുടെ വാല്യൂ കിട്ടാൻ ഈ 1/Cയെ തിരിക്കണം. സോ നമുക്ക് കിട്ടുന്നത് 3/4 എന്നാണ്. ഇത് ശരിയാണോ? ഇത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ ആദ്യത്തെ രണ്ടും അല്ല. ഇനി നോക്കിയേ, 3 കപ്പാസിറ്റർ സീരീസ് കണക്ഷനാണ്. 3 കപ്പാസിറ്റർ സീരീസ് കണക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം ആൻസർ എങ്ങനെ വരും. 1/C that is equal to 1/C1 plus 1/C2 plus 1/C3. ശരിയല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്ര? 1/3 plus 1/3 plus 1/3. 1/3 plus 1/3 plus 1/3 എത്ര? 1 ആണ്. സോ 3 കപ്പാസിറ്റർ സീരീസ് കണക്ഷൻ ആണെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എത്ര? 1 പ്ലസ് ഇനി ഒരാളുണ്ട്, അയാളോട്ട് വരുന്നത് പാരലൽ കണക്ഷൻ ആണ്. സോ അടുത്ത എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാൻ 1/1 പ്ലസ് 1/3 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3 കപ്പാസിറ്റേഴ്സ് ആർ ഇൻ സീരീസ് കണക്ഷൻ. സീരീസ് കണക്ഷനാണ്. സീരീസ് കണക്ഷനകത്ത് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുന്നത് 1/C ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 എന്നാണ്. ഇവിടെ 3 കപ്പാസിറ്ററാണ് സീരീസ് കണക്ഷൻ വരുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1/3 പ്ലസ് 1/3 പ്ലസ് 1/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതായത് 3 കപ്പാസിറ്ററിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആണ്. ഇനി ശ്രദ്ധിക്കണം, തീർന്നിട്ടില്ല. ഇവിടെ ഒരാളോടുണ്ട്, എന്താണ്? ഒരു കപ്പാസിറ്ററിനെ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഒരു കപ്പാസിറ്ററിനെ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ശരി. അപ്പോൾ ശ്രദ്ധിച്ചോണം. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ളത് C is equal to C1 plus C2 അല്ലേ. ഇത്രയും ചേർന്നിട്ടുള്ള കപ്പാസിറ്റൻസ് 1 പ്ലസ് ഇനി ഒരെണ്ണം കൂടെ 3 അല്ലേ. 1 plus 3 ആൻസർ 4 മൈക്രോ ഫാരഡ്. ശരിയല്ലേ? അപ്പം നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞ എന്താ? 4 കപ്പാസിറ്റർ ഉണ്ടായിരുന്നു. ഓരോ കപ്പാസിറ്ററും 3 മൈക്രോ ഫാരഡ് വീതമുള്ളതായിരുന്നു. ഇതിനെ കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് 4 മൈക്രോ ഫാരഡ് കിട്ടി. എങ്ങനെയാ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്? 3 കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് കണക്ഷൻ ആൻഡ് 1 കപ്പാസിറ്റർ ഇൻ പാരലൽ കണക്ഷൻ. ക്ലിയർ ആണേ? അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് യൂണിഫോം സർക്കുലർ മോഷൻ ഹാസ്. ഓപ്ഷൻസ് നോക്കാം. ടാൻജൻഷ്യൽ വെലോസിറ്റി,
റേഡിയൽ ആക്സിലറേഷൻ, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ, റേഡിയൽ വെലോസിറ്റി. Of these statements, 1 and 2 are correct, 1 and 3 are correct, 2 and 4 are correct, 3 and 4 are correct. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് യൂണിഫോം സർക്കുലാർ മോഷൻ. സർക്കുലാർ മോഷൻ അല്ലേ, സർക്കുലാർ മോഷനിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. യൂണിഫോം സർക്കുലാർ മോഷനാണ്, യൂണിഫോം സർക്കുലാർ മോഷനാണ്. സോ അതിൻ്റെ വെലോസിറ്റി വി എന്ന് നമുക്ക് എടുക്കാം, വെലോസിറ്റി വി. ഓക്കെ, അതിൻ്റെ ഒരു ആക്സിലറേഷൻ ഉണ്ട്. ഓക്കെ, അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു പാർട്ടിക്കിൾ യൂണിഫോം സർക്കുലാർ മോഷനിലാണെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്, ഇതാണ് പാർട്ടിക്കിൾ എന്ന് വിചാരിക്കുക അല്ലേ, അത് ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിലൂടെ കറങ്ങുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഇതിന് ടാൻജൻ്റ് ആയിട്ടായിരിക്കും, ആ സർക്കിളിന് ടാൻജൻ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ വെലോസിറ്റി. അപ്പം ടാൻജൻഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കറക്റ്റാണ്. അപ്പോൾ നോക്കിക്കോണേ, സർക്കുലാർ മോഷനിലിരിക്കുന്ന ഒരു പാർട്ടിക്കിളിനെ സംബന്ധിച്ച് ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ടാൻജൻഷ്യൽ ആയിരിക്കും. അത് കറക്റ്റാണ്. രണ്ടാമത്, ഇതിനൊരു ആക്സിലറേഷൻ ഉണ്ട്. ഈ ആക്സിലറേഷൻ എന്ന് പറയുന്ന എല്ലായ്പ്പോഴും സർക്കിളിൻ്റെ സെൻറ്ററിലേക്കായിരിക്കും, സർക്കിളിൻ്റെ സെൻറ്ററിലേക്കായിരിക്കും. സോ അതെങ്ങനെ പറയാം? ദർ ഇസ് എ റേഡിയൽ ആക്സിലറേഷൻ. അപ്പോൾ ഒരു റേഡിയൽ ആക്സിലറേഷൻ ഉണ്ട് ഈ പാർട്ടിക്കിൾ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 2 പോയിന്റ്: സർക്കുലാർ മോഷനിലിരിക്കുന്ന ഒരു പാർട്ടിക്കിളിനെ സംബന്ധിച്ച് അതിന് റേഡിയൽ ആക്സിലറേഷനും ടാൻജൻഷ്യൽ വെലോസിറ്റിയും ഉണ്ട്. സോ ഈ 2 ഓപ്ഷൻസ് കറക്റ്റ് ആണ്. സോ നമ്മുടെ ഓപ്ഷൻ എ 1 and 2 ആർ കറക്റ്റ്, ഇതാണ് കറക്റ്റ്. ക്ലിയർ ആണോ? അപ്പം യൂണിഫോം സർക്കുലാർ മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് അതിനൊരു ടാൻജൻഷ്യൽ വെലോസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ റേഡിയൽ ആക്സിലറേഷനും ഉണ്ട്. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. The Bragg condition for reflection of light is, the Bragg condition for reflection of light is. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ഇതിൻ്റെ ആൻസർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. n lambda is equal to 2d sin theta എന്ന് പറയുന്നതാണ് ബ്രാഗ്സ് ഇക്വേഷൻ. ശരിയല്ലേ? നമ്മുടെ ഓപ്ഷനകത്ത് അല്ലേ ആദ്യം തന്നെ കിടപ്പുണ്ട് n lambda is equal to 2d sin theta. സോ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചാൽ എന്താ? ബ്രാഗ് കണ്ടീഷനാണ്. സോ ആൻസർ എന്താണ്? n lambda that is equal to 2d sin theta. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. The radius of first orbit of hydrogen atom is 5.29 into 10 raised to 11 meter. The radius of second orbit of hydrogen atom is. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഫസ്റ്റ് ഓർബിറ്റിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. നമുക്കൊരു ഫിഗർ വരച്ച് നോക്കാം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഫസ്റ്റ് ഓർബിറ്റിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. എത്ര? 5.29 into 10 raised to 11 meter. നമ്മളിത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ഓർബിറ്റിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം. സെക്കൻഡ് ഓർബിറ്റിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇങ്ങനെ സെക്കൻഡ് ഓർബിറ്റ് വരാം, തേർഡ് ഓർബിറ്റ് വരാം, nth ഓർബിറ്റ് വരാം അല്ലേ? അങ്ങനെ വന്നാൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. റേഡിയസ് ഓഫ് nth ഓർബിറ്റ് Rn is equal to a0 n square. Radius of nth orbit Rn is equal to a0 n square. ഇവിടെ a0 എന്ന് പറയുന്നത് 5.29 into 10 raised to 11 meter എന്ന് തന്നിട്ടുണ്ട്. n തന്നിട്ടുണ്ട്, സെക്കൻഡ് ഓർബിറ്റ് ആണ്. സോ n എന്ന് പറയുന്നത് എത്ര? 2 ആണ് അല്ലേ? ഇക്വേഷൻ എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? Rn is equal to a0 n square. a0 തന്നിട്ടുണ്ട്, n നമ്മുടെ കൈവശമുണ്ട്. സോ n സ്ക്വയർ എത്ര? 4. ശരിയല്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? റേഡിയസ് ഓഫ് സെക്കൻഡ് ഓർബിറ്റ്. എങ്ങനെ കണ്ടുപിടിക്കാം? R2 that is equal to a0 into n സ്ക്വയർ. n സ്ക്വയർ എത്ര? എവിടെ? 2ൻ്റെ സ്ക്വയർ 4. സോ നമ്മുടെ ആൻസർ എങ്ങനെയാണ് വരുന്നത്? 5.29 into 10 raised to 11 into 4. ആൻസർ 21.16 into 10 raised to -11 meter എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ശ്രദ്ധിച്ചോണം, റേഡിയസ് ഓഫ് ഹൈഡ്രജൻ ആറ്റവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാം. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് nth ഓർബിറ്റ് കാണാൻ ഈ ഇക്വേഷൻ നിങ്ങളെ സഹായിക്കും. Rn is equal to a0 n square. a0 എന്ന് വെച്ചാൽ എന്താ? റേഡിയസ് ഓഫ് ഫസ്റ്റ് ഓർബിറ്റ്. n എന്ന് വെച്ചാൽ എന്താണ്? ഏത് ഓർബിറ്റ് ആണ് അവിടെ വരുന്നത് അതാണ് ഇട്ട് കൊടുക്കുന്നത്.
ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ഫോട്ടോ എമിഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ് കറക്റ്റ്? ഓപ്ഷൻസ് നോക്കാം. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് ഇൻസ്റ്റന്റേനിയസ് വിത്ത് ദ ഇൻസിഡൻസ് ഓഫ് ലൈറ്റ്. രണ്ടാമത്തെ ഓപ്ഷൻ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസസ് വിത്ത് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. മൂന്നാമത്തെ ഓപ്ഷൻ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് വെൻ ദ വേവ് ലെങ്ത് ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ഈസ് എബോവ് എ സർട്ടിൻ ത്രെഷോൾഡ്. നാലാമത്തെ ഓപ്ഷൻ ഫോട്ടോ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് വെൻ എവർ എ ഗ്യാസ് ഈസ് ഇറേഡിയേറ്റഡ് വിത്ത് അൾട്രാവയലറ്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് ലോ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷനുമായി ബന്ധപ്പെട്ടതാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. വെൻ എ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഫാൾസ് ഓൺ എ മെറ്റാലിക് സർഫസ്, അല്ലേ? ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് ഒരു മെറ്റാലിക് സർഫസിൽ വന്നു വീണാൽ ഇലക്ട്രോൺസ് ഈ സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്യും. ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ശ്രദ്ധിച്ചോണം, ഇങ്ങനെ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. ഓക്കെ, ശരി, മനസ്സിലാക്കണം. ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്സാണ്. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്സാണ്. ലൈറ്റ് വന്ന് ഫോളോ ചെയ്താൽ ഉടനെ തന്നെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. രണ്ടാമത്തെ പോയിന്റ് കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ്, അല്ലെ? ഇവിടുന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്, അല്ലെ? വന്ന് വീഴുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ ഇവിടുന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി വളരെ കൂടുതലായിരിക്കും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് ഫ്രം എ മെറ്റാലിക് സർഫസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. വന്നു വീഴുന്ന ലൈറ്റിന്റെ ഇൻറ്റൻസിറ്റി കൂടുതലാണെങ്കിൽ ഇവിടുന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ചോണം, 3 പോയിന്റുകളാണ് പറഞ്ഞത്. ഒന്നാമത്തെ പോയിന്റ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് ആണ്. രണ്ടാമത്തെ പോയിന്റ് കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. മൂന്നാമത്തെ പോയിന്റ് intensity directly proportional to number of electrons emitted from the surface. നാലാമത്തെ പോയിന്റ് എ മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഒരു മിനിമം ഫ്രീക്വൻസി ആവശ്യമാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഉണ്ടാവണമെങ്കിൽ. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ സാധ്യമാവണമെങ്കിൽ ഒരു മിനിമം ഫ്രീക്വൻസി ആവശ്യമാണ്. ആ മിനിമം ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് ആൻ ഇൻസ്റ്റന്റേനിയസ് വിത്ത് ദ ഇൻസിഡന്റ് ഓഫ് ലൈറ്റ്. ഇത് കറക്റ്റ് ആണോ? ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. മറ്റു ഓപ്ഷൻസ് നോക്കാം. കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസസ് വിത്ത് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഇത് തെറ്റാണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് വെൻ the wavelength of incident light is above a certain threshold. ഇത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. അടുത്ത ഓപ്ഷൻ ഫോട്ടോ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് whenever a gas is irradiated with ultraviolet, അല്ലേ? ഇതും തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? എ എന്ന് പറയുന്നതാണ്. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് ഇൻസ്റ്റന്റേനിയസ് വിത്ത് ദ ഇൻസിഡന്റ് ഓഫ് ലൈറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ കേസ് ഓഫ് ഫ്രിക്ഷൻ, ഫ്രിക്ഷൻ്റെ കേസാണ്. എന്താണ് ഫ്രിക്ഷൻ എന്ന് നമുക്കറിയാം. ഫ്രിക്ഷൻ പല വിധത്തിലുണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ട്, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഉണ്ട്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഉണ്ട്. ഇങ്ങനെ പല വിധത്തിൽ ഫ്രിക്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. റോളിംഗ് ഫ്രിക്ഷൻ ഗ്രേറ്റർ ദാൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഗ്രേറ്റർ ദാൻ കൈനറ്റിക് ഫ്രിക്ഷൻ. Static friction less than kinetic friction less than rolling friction. Kinetic friction greater than rolling friction greater than static friction. Static friction greater than kinetic friction greater than rolling friction. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തു അത് മൂവ് ചെയ്യുന്നതിന് മുമ്പ് അതിൽ അനുഭവപ്പെടുന്ന ഫ്രിക്ഷനാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലേ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ്? റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തു അത് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, അപ്പോൾ ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന ഫ്രിക്ഷനാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ഫ്രിക്ഷനാണ്. ഓക്കെ,
റോളിംഗ് ഫ്രിക്ഷൻ എന്താണ്? റോള് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ഫ്രിക്ഷൻ. അപ്പോൾ മനസ്സിലാക്കണം, ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ തടസ്സം, ഏറ്റവും കൂടുതൽ ഫ്രിക്ഷൻ അനുഭവപ്പെടുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ കേസിലായിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ. അത്രയും കാണുമ്പോൾ തന്നെ ഓപ്ഷൻ നമുക്ക് ആൻസർ കിട്ടും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് അല്ലേ ഏറ്റവും കൂടുതൽ ഫ്രിക്ഷൻ നൽകുന്നത്. അപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ ഫ്രിക്ഷൻ നൽകുന്നത്. അതിലും കുറവ് ഫ്രിക്ഷൻ എന്ന് പറയുന്ന ആർക്കാണ്? കൈനറ്റിക് ഫ്രിക്ഷന്. അതിലും കുറവ് ഫ്രിക്ഷൻ ആർക്കാണ്? റോളിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ഒരു സംശയം നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുള്ളത് കൈനറ്റിക് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും ഇവിടെ ആർക്കാണ് ഫ്രിക്ഷൻ കൂടുന്നതൊരു സംശയം തോന്നാം. മനസ്സിലാക്കണം, ഒരു ബോഡി റോള് ചെയ്യുമ്പോൾ റോള് ചെയ്യുന്ന ബോഡിയെ സംബന്ധിച്ച് ഒരു പോയിന്റ് മാത്രമായിരിക്കും കോണ്ടാക്റ്റിൽ വരുന്നത്. പക്ഷേ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പം ഒരു പോയിന്റ് അല്ല, ഒന്നിലധികം പോയിന്റ് കോണ്ടാക്റ്റിൽ വരും. അപ്പോൾ കൈനറ്റിക് ഫ്രിക്ഷൻ എന്തുകൊണ്ടും റോളിംഗ് ഫ്രിക്ഷനെക്കാട്ടിയും കൂടുതലായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഗ്രേറ്റർ ദാൻ കൈനറ്റിക് ഫ്രിക്ഷൻ ഗ്രേറ്റർ ദാൻ റോളിംഗ് ഫ്രിക്ഷൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള. അടുത്ത ക്വസ്റ്റ്യൻ, the escape velocity on the surface of earth is v0 if m and r are mass and radius of earth respectively. Then the escape velocity on the other planet of mass 2m and radius r/2 will be. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസ്കേപ്പ് വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. എന്താണ് ഈ എസ്കേപ്പ് വെലോസിറ്റി? എസ്കേപ്പ് വെലോസിറ്റി എന്ന് വെച്ചാൽ മിനിമം വെലോസിറ്റി required to escape from the influence of gravitational field. അപ്പോൾ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ ആവശ്യമായിട്ടുള്ള മിനിമം വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇതാണ്. എർത്തിൻ്റെ കേസിൽ നമുക്ക് തന്നിരിക്കുന്ന കൺസെപ്റ്റ് നമ്മൾ എഴുതുന്നു v0 ദാറ്റ് ഈസ് ഈക്വൽ ടു √2gm/r എന്ന് പറയുന്നതാണ് എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചോണം. എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ മാത്രമല്ല, ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ കൂടി നിങ്ങൾ നോക്കി വെച്ചോണം. അപ്പം v0 എന്ന് പറയുന്ന എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. v0 ഈസ് ഈക്വൽ ടു √2gm/r. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മറ്റൊരു പ്ലാനറ്റ് ഉണ്ട്. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 2m ആണ്. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് r/2 ആണ്. അങ്ങനെയാണെങ്കിൽ ആ പ്ലാനറ്റിൻ്റെ സർഫസിലെ എസ്കേപ്പ് വെലോസിറ്റി എന്തെന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് തന്നിരിക്കുന്ന മാസ് എന്ന് പറയുന്നത് 2m ആണ്. റേഡിയസ് എന്ന് പറയുന്നത് r/2 ആണ് അല്ലെ. ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ നമുക്ക് ഈ എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. നോക്കാം നമുക്ക്. v0 ദാറ്റ് ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു g ഇൻറ്റു എമ്മിന് പകരം 2m ഡിവൈഡഡ് ബൈ r/2. r/2 2 അങ്ങ് മുകളിൽ വരും. സോ നമുക്ക് കിട്ടുന്ന ആൻസർ v0 that is equal to root of 4 into 2gm/r എന്ന് വരും. 2gm/r അല്ലേ. ഈ √4നെ പുറത്തെടുത്താൽ നമുക്ക് കിട്ടുന്നത് v0 that is equal to 2 into √2gm/r. ശരിയല്ലേ? ഇതെന്താണ് നമ്മുടെ v0 അല്ലേ? ആണോ? v0 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? v0 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് അല്ലേ v0 എന്ന് കിട്ടും. ശരിക്കും മറ്റൊരു പ്ലാനറ്റ്, ആ പ്ലാനറ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് 2m, അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് r/2. അങ്ങനെയാണെങ്കിൽ ആ പ്ലാനറ്റിൽ നിന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 2 ടൈംസ് എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദ സർഫസ് ഓഫ് എർത്ത്. എർത്തിൻ്റെ സർഫസിൽ നിന്നും 2 ടൈംസ് ആയിരിക്കും അവിടുത്തെ എസ്കേപ്പ് വെലോസിറ്റി. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ v0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ പ്ലാനറ്റ്സ് ആയതുകൊണ്ട് പകരം vp എന്ന് കൊടുത്താലും മതിയാവും, പ്രശ്നമൊന്നുമില്ല, നമ്മുടെ ഇഷ്ടം. ക്ലിയർ ആണേ? ആൻസർ എന്താണ്? 2 ടൈംസ് v0. കഴിഞ്ഞ പരീക്ഷയിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്തത്. ഫിസിക്സിലെ എല്ലാ ടോപ്പിക്കും ഉൾപ്പെടുത്തി ഫിംഗർ പ്രിൻറ്റ് സെർച്ചറിൻ്റെ ഒരു പുതിയ കോഴ്സ് മാസ്റ്റർ കീ അക്കാഡമി ആരംഭിച്ചിരിക്കുകയാണ്. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക് യു.